സ്കിൻ ട്രാൻസ്ഫോർമേഷനെ പറ്റി, ബോഡി ട്രാൻസ്ഫോർമേഷനെ പറ്റി, സ്റ്റൈൽ ട്രാൻസ്ഫോർമേഷനെ പറ്റി ഒക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഓർമ്മയുണ്ടാവാറുള്ളൊരു മുഖവും എന്നാൽ നമ്മൾ അധികം ഡിസ്കസ് ചെയ്യാത്തതുമായ ഒരാളാണ് കാജോൾ. അപ്പോൾ കാജോളിൻ്റെ ട്രാൻസ്ഫോർമേഷൻ സീക്രട്സിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വയസ്സ് മുതൽ അഭിനയിച്ചു തുടങ്ങിയ ഒരു ആക്ട്രസ്സാണ് കാജോൾ. ഇപ്പോൾ ആക്ച്വലി അവർക്ക് 50 വയസ്സുണ്ട്. അതായത് 16-ാം വയസ്സിൽ അഭിനയം തുടങ്ങിയപ്പോൾ മുതൽ 50 വയസ്സ് ആകുന്നത് വരെ നമ്മൾ ആക്ച്വലി അവരെ പല കാലഘട്ടങ്ങളിലായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ സ്കിന്നിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച്, അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച്, മേക്കപ്പിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെപ്പറ്റി, ബോഡിയിൽ വന്നിട്ടുള്ള ചേഞ്ചസിനെ പറ്റി ഒക്കെ ആക്ച്വലി നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ നമുക്കൊരു വലിയ മാറ്റമായിട്ടൊന്നും തോന്നാത്ത രീതിയിലാണ് അവരുടെ ഈ ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടുള്ളത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ ട്രാൻസ്ഫോർമേഷൻ നടന്നേക്കുന്നതാണെങ്കിൽ ഹ്യൂജ് ലെവലുമാണ്. അതിൻ്റെ കാരണം അവരെല്ലായ്പ്പോഴും നമ്മുടെ മുന്നിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് സ്ക്രീനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ചെറിയ ചെറിയ ഇടവേളകളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ചേഞ്ച് ആയിട്ട് അതുകൊണ്ടാണ് നമുക്ക് ഫീൽ ചെയ്യാതിരുന്നത്. അതിലൊന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് സ്കിന്നിലുണ്ടായ ഒരു ട്രാൻസ്ഫോർമേഷനാണ്. ഞാൻ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ്റെ ടൈം കാണിച്ചപ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ കാണിച്ചപ്പോൾ എൻ്റെ ഒരു കുറച്ചും കൂടെ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ളൊരു സ്കിന്നിൽ നിന്ന് ഒരു ഈവൻ ടോൺ ആയിട്ടുള്ളൊരു സ്കിന്നിലേക്ക് ഞാൻ ട്രാൻസ്ഫോം ആയതിനെപ്പറ്റി ഞാൻ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു മനുഷ്യന് മാറാൻ പറ്റുമെന്നുള്ളത് പോസിബിളായ ഒരു കാര്യമാണ്. കജോളിൻ്റെ കാര്യത്തിലും ആക്ച്വലി കജോൾ പലപ്പോഴായിട്ട്, അതായത് പലരും പറഞ്ഞിട്ടുണ്ട് കജോൾ സ്കിൻ ലൈറ്റനിങ് ട്രീറ്റ്മെൻറ്റ്സ് എടുത്തിട്ടുണ്ട്, അവർ അതിന് വേണ്ടി സർജറി നടത്തിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴും അവർ ആക്ച്വലി അതിനെ ഡിനൈ ചെയ്തിട്ടുള്ളത്. അവർ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് മീഡിയയ്ക്ക് മുമ്പിൽ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ആൻഡ് ഇപ്പോൾ വരെ ആക്ച്വലി അവർ അങ്ങനെ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അവർ അക്സെപ്റ്റ് ചെയ്യാത്തിടത്തോളം, അല്ലെങ്കിൽ അവരതിനെക്കുറിച്ച് പറയാത്തിടത്തോളം നമുക്ക് ആക്ച്വലി കുറച്ചും കൂടെ വേണമെങ്കിൽ അവരിത് ചെയ്തിട്ടുണ്ടാവാം എന്നൊക്കെ പറയാൻ പറ്റുന്നതല്ലാതെ കൃത്യമായിട്ടൊരു കാര്യം പറയാൻ പറ്റില്ല. ബട്ട് നമുക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങൾ, സൺസ്ക്രീൻ്റെ ഉപയോഗം ആക്ച്വലി അവർ കൂട്ടിയിട്ടുണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ടാവും. ബിക്കോസ് കുറച്ചും കൂടെ ബ്യൂട്ടി കോൺഷ്യസ് ആവുന്നത് ആദ്യത്തെ ഒരു ഇനിഷ്യൽ പീരീഡൊക്കെ കഴിഞ്ഞ് അവരൊരു മാരീഡ് ലൈഫിലേക്കൊക്കെ ഇറങ്ങി പിന്നീടും അവർ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന സമയത്താണ് അവർ കുറച്ചധികം സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ആക്ച്വലി അവർ പറയുന്നുണ്ട് അവരുടെ സ്കിൻ കെയർ മെത്തേഡ്സ്, ട്രീറ്റ്മെൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് അവരുടെ സ്കിന്നിൻ്റെ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചതെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്നൊരു കാര്യം, ഒന്നാമത്തെ കാര്യം സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാതെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഞാനത് ഒരുപാട് തവണ പല വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. സൺസ്ക്രീൻ ഓവർ ഓ പീരീഡ് ഓഫ് ടൈം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ടാൻ ആവുന്നൊരു പരിപാടി മെല്ലെ നിൽക്കും. സ്കിന്നിൽ നാച്ചുറലി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും സ്കിന്നിൻ്റെ ടോണിൽ. ഇത് ഞാൻ എൻ്റെ കാര്യത്തിലും പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ എൻ്റെ സ്കിൻ കെയർ റുട്ടീനിൽ ഞാൻ ഏറ്റവും ആദ്യമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് സൺസ്ക്രീൻ റെഗുലറായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പം മോഡേൺ സ്കിൻ കെയർ ഒരുപാട് ഈ പറഞ്ഞ പോലെ എക്സ്ഫോളിയേഷൻ, ഹൈഡ്രേഷൻ, ഗ്ലോയിങ് അങ്ങനെയുള്ള പല പല ഇൻഗ്രീഡിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ സ്കിന്നിന് ബെറ്റർ ആക്കി വരാൻ വേണ്ടിയിട്ട് എപ്പോഴും അത് ഹെൽപ്പ് ചെയ്യും, അങ്ങനെ ഒരു സ്കിൻ കെയർ റുട്ടീൻ ഉണ്ടാവുക എന്നുള്ളത്. ഡെഫിനറ്റ്ലി അവരെ പോലെയുള്ള ഒരാൾക്ക് ഈ പറഞ്ഞ സ്കിൻ കെയർ പ്രൊഡക്ട്സിൻ്റെ ആക്സസിബിലിറ്റി കൂടുതലായിരിക്കും, അവരത് യൂസ് ചെയ്യുന്നത് കൂടുതലായിരിക്കും, പ്രോപ്പറായിട്ടുള്ളൊരു സ്കിൻ കെയർ റുട്ടീൻ ഉണ്ടാവുക എന്നുള്ളത് അവർ ചെയ്തു പോകുന്നൊരു കാര്യവുമായിരിക്കും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈവൻ ദോ അവർ സ്കിൻ ലൈറ്റനിങ് ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും, അതിനുള്ള സർജറീസോ അങ്ങനെയുള്ള ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അവർ ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുള്ള കുറച്ചധികം ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഒന്ന് ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്, അതുപോലെ കെമിക്കൽ പീൽസ് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്, അതുപോലെ എന്തെങ്കിലും ഫേഷ്യൽസ് കുറച്ചും കൂടി സ്കിൻ ലൈറ്റനിങ് ആക്കുന്ന രീതിയിലുള്ള ഫേഷ്യൽസ് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ആക്ച്വലി സ്കിന്ന് കുറച്ചും കൂടി എൻഹാൻസ്ഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ് ആണ്. ആൻഡ് ഒരു പിഗ്മെൻറ്റേഷൻ ഫേസിൽ നിന്ന് പോയാൽ തന്നെ, ടാൻ എന്ന് പോയാൽ തന്നെ ആക്ച്വലി നമ്മുടെ സ്കിന്നൊന്ന് ഈവൻ ടോൺ ആവുകയും കുറച്ചും കൂടെ ബ്രൈറ്ററായി ഫീൽ ചെയ്യുകയും ചെയ്യാറുണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി ഉണ്ടായേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ മേക്കപ്പ് സ്കിൽസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവാം, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈവൻ ഫോട്ടോഗ്രാഫിയിലായിക്കോട്ടെ അവരുടെ വീഡിയോഗ്രാഫിയിലായിക്കോട്ടെ ലൈറ്റിങ് അപ്ഡേറ്റഡ് ആയതോടുകൂടി കുറച്ചും കൂടെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ലൈറ്റിങ് കാരണം കുറച്ചും കൂടെ നമുക്ക് സ്കിന്നും ഒക്കെ ബെറ്ററായിട്ട് കാണാൻ പറ്റും. ഓൾസോ അതിൻ്റെ ഒരു എന്താ പറയുക ബ്രൈറ്റ്നെസ്സും ഒക്കെ നമുക്ക് ആക്ച്വലി വിസിബിൾ ആയിരിക്കാം. അതും ഒരു കാരണമാണ്. മുമ്പത്തെ പോലെ അല്ല, ക്വാളിറ്റി വൈസ് ഇപ്പോൾ ലൈറ്റിങ്ങിൻ്റെ ആണെങ്കിലും ക്യാമറയുടെ ആണെങ്കിലും ക്വാളിറ്റി കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയതോടുകൂടി നമുക്ക് കുറച്ചും കൂടി ക്വാളിറ്റി വിഷ്വൽസ് കാണുന്നത് വഴി നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് അവരുടെ ഫേസ് കാണാൻ പറ്റും. അവരുടെ ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ ആദ്യം വന്ന സമയത്തൊക്കെ അവർ യൂസ് ചെയ്തിരുന്നത് കോസ്റ്റ്യൂമിൻ്റെ കളേഴ്സും ഒന്നും ആക്ച്വലി കളർ പാലറ്റൊന്നും നോക്കിയിട്ടായിരിക്കില്ല, അതായത് പേഴ്സണൽ കളർ അനാലിസിസ് ഒന്നും നോക്കിയിട്ടായിരിക്കില്ല ഡ്രസ്സപ്പ് ചെയ്തിട്ടുണ്ടാവുക.
അതുകൊണ്ട് തന്നെ ഓൾസോ ആ സമയത്ത് ഡെസ്കി ഇരിക്കുന്ന സമയത്ത് കുറച്ചും കൂടി അവർക്ക് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് മേ ബി ഒരു ഓട്ടം, വോം ഓട്ടം ഓർ ഡീപ്പ് ഓട്ടം, അങ്ങനെ ഏതെങ്കിലും ഒരു കളർ പാലറ്റിലായിരിക്കും. പക്ഷേ ഇപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷന് ശേഷം, സ്കിന്നിൻ്റെ ഒക്കെ ഒരു ട്രാൻസ്ഫോർമേഷന് ശേഷം അവരെ നമ്മൾ കൂടുതലായി കണ്ടിട്ടുള്ളത് കുറച്ചും കൂടി ഒരു സ്പ്രിംഗ് കളർ പാലറ്റാണ്. അതാണ് അവരുടെ കളർ പാലറ്റ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാനും ആക്ച്വലി കുറച്ച് സ്പ്രിംഗ് കളർ പാലറ്റിലുള്ള ഒരാളാണ്. അപ്പോൾ എനിക്കത് അതിൻ്റെ ഡിഫറൻസ് എനിക്ക് മനസ്സിലാവും. കുറച്ച് ട്രിക്കിയാണ് ആ കളർ പാലറ്റ്, ബട്ട് സ്റ്റിൽ നമുക്കത് മനസ്സിലാവും. അതായത് നമുക്ക് ബ്രൈറ്റായ കളേഴ്സ് അല്ലെങ്കിൽ ബ്രൈറ്റായ ലിപ്സ്റ്റിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന മേക്കപ്പിൻ്റെ കാര്യത്തിലൊക്കെ, മേക്കപ്പിൽ കളറിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ സ്കിന്നിനെ കുറച്ചും കൂടെ ലൈറ്ററായിട്ട്, കുറച്ചും കൂടെ ബ്രൈറ്ററായിട്ട് കാണിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അത് ആക്ച്വലി ഒരു ട്രിക്കാണ്. അത് നമ്മൾ ബെനിഫിഷ്യലായിട്ട് എടുക്കാവുന്ന ഒരു കാര്യമാണ്. ഈവൻ എൻ്റെ കാര്യത്തിൽ അതുണ്ട്. എനിക്ക് വളരെ കൃത്യമായിട്ട് ഞാൻ റെഡ് ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യുന്ന സമയത്ത് സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ആയിട്ടാണ് ഇരിക്കുക. പക്ഷേ ചില ആൾക്കാർക്ക് റെഡ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോൾ പോലും അവർക്ക് അതത്ര സ്യൂട്ടബിൾ ആവാത്ത പോലെ തോന്നും, അല്ലെങ്കിൽ അവർക്കത് പുൾ ഓഫ് ചെയ്യാൻ പറ്റാത്തത് പോലെ തോന്നും. അതിന് കാരണം ആക്ച്വലി അവരങ്ങനെ ഒരു ബ്രൈറ്റ് കളർ പാലറ്റിലായിരിക്കില്ല എന്നുള്ളതാണ്. ആൻഡ് കാജോളിനെയും നമ്മൾ കണ്ടിട്ടുണ്ട് ആക്ച്വലി അവർ വിത്തൗട്ട് മേക്കപ്പ് അല്ലെങ്കിൽ വെരി മിനിമൽ മേക്കപ്പിലൊക്കെ ഇരിക്കുമ്പോഴും അവർ ചിലപ്പോൾ ഒരു ബ്രൈറ്റ് ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അവരുടെ സ്കിൻ ടോണിൽ കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ഹെയറിൻ്റെ കളറ്. ആദ്യം ഈ പറഞ്ഞൊരു ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ അവർ വരുമ്പോൾ അവരുടെ ഹെയറിൻ്റെ കളർ കുറച്ചും കൂടി ഒരു ഡാർക്കർ ടോണിലായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ചെറിയൊരു ബ്രൗണിഷ് കളർ ഉണ്ടെങ്കിലും ഈവൻ അതൊരു ഡാർക്കർ ടോണിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവരെന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ അവർ കുറച്ചും കൂടി ഹെയർ കളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൈൻഡ് ഓഫ് ഒരു ബ്രൗൺ ഷെയ്ഡ് പോലത്തെയുള്ള കളറൊക്കെ വരുമ്പോൾ അവരുടെ ഐക്ക് ഓൾറെഡി തന്നെ കണ്ണിനുള്ള കളർ നമുക്കറിയാം, ഒരു മിക്സ് ഓഫ് ഗ്രീൻ ആൻഡ് ബ്രൗൺ അങ്ങനെ വരുന്നൊരു കളറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കളറിനോട് കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിൽ ഹെയർ കളറും കൂടെ വരുമ്പോൾ നമ്മുടെ സ്കിന്നിനെ കുറച്ചും കൂടെ ലൈറ്ററായിട്ട് കാണിക്കും. ബിക്കോസ് ഇതെല്ലാം തമ്മിലൊരു യൂണിഫോമിറ്റി ഫീൽ ചെയ്യും. അത് നമ്മൾ ഡെഫിനറ്റ്ലി നമ്മുടെ ഓവറോൾ അപ്പിയറൻസിനെ കുറച്ചും കൂടെ എടുത്ത് എൻഹാൻസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. സോ ഈ പറഞ്ഞ പോലെ ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യുക, ബ്രൈറ്റ് ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യുക, ഈവൻ കുറച്ച് ബ്രൈറ്റർ ആയിട്ടുള്ള കളേഴ്സ് ഡ്രസ്സിൽ യൂസ് ചെയ്യുമ്പോൾ പോലും നമുക്ക് മൊത്തത്തിൽ ഓവറോൾ അപ്പിയറൻസിൽ കണ്ണൊന്നും ചെറുതായി ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയും ഒരു ന്യൂട്ട് ലിപ്സ്റ്റിക്ക് എന്നാൽ കുറച്ച് റേഡിയേറ്റ് ചെയ്യുന്നൊരു കളറാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഓവറോൾ ഭയങ്കര റേഡിയേറ്റ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യും. ആൻഡ് ഹെയറിനും കൂടി ആ ഒരു ടോൺ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് കംപ്ലീറ്റ് ഒരു പുട്ട് ടുഗദർ ലുക്ക് നമുക്ക് നമ്മുടേതായ നാച്ചുറൽ കളറിൽ നമ്മൾ ഇരിക്കുന്നത് പോലെയാണ് ഫീൽ ചെയ്യുക. അത് നന്നായിട്ട് എന്താ പറയുക ഭയങ്കര എൻഹാൻസ്ഡ് ആക്കുന്നത് പോലെ അതിൻ്റെ ഒരു നമ്മളെ കാണുമ്പോൾ വിഷ്വൽ പ്രസൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ക്വാളിറ്റി ഉള്ളതുപോലെ ഫീൽ ചെയ്യും. കാജോളിൻ്റെ സ്റ്റൈലിൻ്റെ ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരെ നമ്മൾ ഏറ്റവും ആദ്യം കണ്ടു തുടങ്ങിയത് കുറച്ചും കൂടി ഒരു ടോംബോയിഷ് ലുക്കായിട്ട് കുറച്ച് കെയർ ഫ്രീ ആയിട്ട് നടക്കുന്ന അങ്ങനെയുള്ള ഒരാളായിട്ടാണ്. അതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഗ്ലാം ലുക്കിലേക്കൊക്കെ വന്നിട്ടുണ്ട് ആൾ. അതിനുശേഷം മെല്ലെ അത് വീണ്ടും കുറച്ചും കൂടി ഒരു ക്ലാസി ലുക്കിലേക്ക് വന്നു. അതിനുശേഷം ഇപ്പോൾ ഒക്കെ ആയപ്പോഴേക്കും കുറച്ചും കൂടി ഒരു ടൈംലെസ്, ഒരു എലഗൻസ്, ഒരു സോഫിസ്റ്റിക്കേഷൻ ലുക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ ചില സമയത്ത് അവരെ കണ്ടിട്ടുണ്ടാവുക പവർ സ്യൂട്ടിലൊക്കെയാണ്. പവർ ഡ്രസ്സിങ് അവർ കുറച്ചും കൂടെ എക്സ്പെരിമെൻ്റൽ ആക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റൈലിൻ്റെ ട്രാൻസ്ഫോർമേഷൻ അവരുടെ പേഴ്സണാലിറ്റിയുടെ തന്നെ ട്രാൻസ്ഫോർമേഷൻ പോലെയാണ് നമുക്ക് കാണാൻ പറ്റുക. കാജൽ എന്ന് പറഞ്ഞിട്ടൊരു ആക്ട്രസിനെ സംബന്ധിച്ചിടത്തോളം അവരെ നമ്മൾ മറ്റേതൊരു ആക്ട്രസിനെ പറ്റി ആലോചിച്ചാലും നമുക്ക് എപ്പോഴും അവരുടെ കൂടെ അവരൊരു സർനെയിം ഉണ്ടാവും. സർനെയിം വെച്ചിട്ടാണ് നമ്മളെപ്പോഴും ആലോചിക്കാറുള്ളത്. ഈ ഒരു ആക്ട്രസിനെ പറ്റി മാത്രം നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് അവരുടെ സർനെയിമിനെ പറ്റി നമ്മൾ പെട്ടെന്ന് ബോധേഡാവില്ല. നമ്മൾ കാജോൾ എന്ന് മാത്രമേ പറയാറുള്ളൂ, അല്ലെങ്കിൽ കാജോൾ ദേവഗനെന്നോ അല്ലെങ്കിൽ കാജോൾ മുഖർജി എന്നോ നമ്മൾ പറയാറില്ല. ഈവൻ ദോ അവരുടെ അച്ഛനെന്ന് പറയുന്നത് ബംഗാളി ഫാമിലിപ്പെട്ട ആളായതുകൊണ്ട് ബേസിക്കലി അവരുടെ സർനെയിം മുഖർജി എന്നാണ്. ബട്ട് നമ്മൾ അതിനെപ്പറ്റി അഡ്രസ്സ് ചെയ്യാറില്ല, അല്ലെങ്കിൽ അവർ തന്നെ അതിനെപ്പറ്റി അങ്ങനെ വേണമെന്ന് വിചാരിച്ചിട്ടില്ല. അവരുടെ പേരിൽ മാത്രം നിൽക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് നമുക്കൊക്കെ ഫീൽ ചെയ്തിട്ടുള്ളത്. അല്ല, അവർ തന്നെ പറയും അവരങ്ങനെ തന്നെ ആയിരുന്നു. ബിക്കോസ് പറഞ്ഞ ഏർലി ചൈൽഡ്ഹുഡിൽ തന്നെ അവരുടെ പേരൻസ് ഒക്കെ സെപ്പറേറ്റഡ് ആയതുകൊണ്ട് തന്നെ അവർ കുറച്ചും കൂടി അവരുടെ കാര്യങ്ങളൊക്കെ സ്വന്തമായി ചെയ്തും സ്വന്തമായി ഇമോഷണൽ സപ്പോർട്ട് കൊടുത്തും ഒക്കെയാണ് അവരെ ഇങ്ങനെ ടേക്ക് കെയർ ചെയ്ത് വന്നിട്ടുള്ളത്. മേ ബി അതിൻ്റെ ഒക്കെ ആയിരിക്കാം അവരിൽ കാണുന്ന ഒരു കോൺഫിഡൻസും ഈവൻ നമ്മൾ കാണുമ്പോൾ ഉള്ള ഒരു കെയർ ഫ്രീ ആയിട്ടുള്ള ഒരു ബിഹേവിയറും ഒക്കെ തന്നെ. ഇപ്പോൾ ഉള്ള അവരുടെ സ്റ്റൈല് ശരിക്കും റീകോഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് മെയിനായിട്ട് അവർ സാരീസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ അവരൊന്നെങ്കിൽ സിൽക്ക് അല്ലെങ്കിൽ ഓർഗൻസ പോലത്തുള്ള സാരീസ് യൂസ് ചെയ്യാറുണ്ട് വിത്ത് എംബ്രോയിഡേർഡ് ബ്ലൗസസോ അല്ലെങ്കിൽ ബ്ലൗസിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി കൊണ്ടുവരാൻ നോക്കാറുണ്ട്.
അങ്ങനെ ചെയ്യുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്ക് അവരെ കാണുന്ന സമയത്ത് ഭയങ്കര എലഗൻ്റ് ആയിട്ട് ഭയങ്കര ക്ലാസി ആയിട്ട് അങ്ങനെയാണ് ഫീൽ ചെയ്യുക. ബിക്കോസ് ആ ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റിയും കൂടി ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം അത് മൊത്തത്തിൽ ഓവറോൾ നമുക്ക് തരുന്ന ഒരു ഇമേജ് അങ്ങനെയാണ്. ആൻഡ് പിന്നെ നമുക്ക് അതേപോലെ തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യം, അവർ കുറച്ചും കൂടി ഈ ജ്വല്ലറീസിൽ കുറച്ചും കൂടി ചങ്കി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പീസസ് യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതും നമുക്ക് ആക്ച്വലി കുറച്ചും കൂടി ഈ അത്രയും ബോൾഡായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഒക്കെ ഉള്ളവർക്കാണ് ആക്ച്വലി അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനെയുള്ളൊരു പേഴ്സണാലിറ്റിയുടെ ഒരു എലമെൻറ്റ് ഈവൻ അവർ യൂസ് ചെയ്യുന്ന ജ്വല്ലറിയിൽ കണ്ടിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഫുഡ് വെയറിലും അവർ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പീസസ് ആണ് യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. ദെൻ മേക്കപ്പിൻ്റെ കാര്യം എന്ന് നോക്കുമ്പോൾ മേക്കപ്പിൽ ആക്ച്വലി അവരൊരു മിനിമൽ മേക്കപ്പാണ് നോർമലി യൂസ് ചെയ്യുന്നതെങ്കിലും ചില സമയത്ത് ബോൾഡ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കോ ലിപ് ഷെയ്ഡ്സ് ഒക്കെ കൊടുക്കാറുണ്ട്. ആ ഒരു രണ്ടിൻ്റെയും കൂടി ഒരു ബാലൻസ്, ആ ബാലൻസും ആക്ച്വലി അവരുടെ ഓവറോൾ പേഴ്സണാലിറ്റി രൂപപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ നമ്മളതിനെ കാണുന്നതിൽ ആ ഒരു ഇമ്പാക്റ്റ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ആ ഒരു മേക്കപ്പ് കൊണ്ട്. നെക്സ്റ്റ് നമുക്ക് കാജോളിൻ്റെ ബോഡി ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് അവർ 16-ാമത്തെ വയസ്സിൽ അഭിനയ രംഗത്തേക്ക് വന്ന ഒരാളാണ്. ആൻഡ് 24-ാമത്തെ വയസ്സൊക്കെ ആയപ്പോഴാണ് അവർ അജയ് ദേവ്ഗനെ കല്യാണം കഴിച്ചത്. ആൻഡ് 2003 അതായത് കല്യാണം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 2003 അവർ നൈസ ദേവഗൺ എന്ന അവരുടെ മകളെ പ്രസവിക്കുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ശരിക്കും അവർ ഫന എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നെ അറിയാതെ ആ ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ ശേഷമാണ്, അതായത് ബോഡിക്ക് ഉണ്ടായ പ്രഗ്നൻസി ടൈമിലുണ്ടായ ഒരു ട്രാൻസ്ഫോർമേഷൻ അതിനൊക്കെ ശേഷമാണ് അവർ ആക്ച്വലി ആ ഒരു മൂവിയിൽ അഭിനയിച്ചിട്ടുള്ളത്. ആൻഡ് അതിൽ ആക്ച്വലി നമുക്ക് ഭയങ്കര ഭംഗിയുള്ളതായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ തോന്നാനുള്ള കാരണം അവർ ആക്ച്വലി അത് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു വിധമാണ്. പക്ഷേ അവർക്ക് കൂടുതലായിട്ട് ഓവറായിട്ട് അവർ വെയിറ്റ് വെച്ച് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല അവരുടെ ഒരു പ്രഗ്നൻസി ടൈമിലൊക്കെ എന്നാണ് നമുക്ക് മനസ്സിലാവുക. ആൻഡ് നെക്സ്റ്റ് ടൈം, അതായത് അവർക്ക് ഒരു മകനും കൂടിയുണ്ട്, യുഗ് ദേവഗൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ യുഗിൻ്റെ ഒരു ഡെലിവറി ടൈം എന്ന് പറയുന്നത് മൈ നെയിം ഈസ് ഖാൻ മൂവി റിലീസായ ആ ഒരു ടൈം കഴിഞ്ഞപ്പോഴാണ്. അതായത് ആ മൂവിയുടെ പ്രൊമോഷൻസ് ഒക്കെ നടക്കുമ്പോൾ ആക്ച്വലി അവർ പ്രഗ്നൻ്റ് ആണ്, പ്രഗ്നൻസിയുടെ ഒരു ഏർലി ടൈമിലാണ്. ബട്ട് അവർ അതിനുശേഷവും, അതായത് ഈ ഒരു ഡെലിവറിക്ക് ശേഷവും ആക്ച്വലി അവർ വീണ്ടും ആക്ടിങ്ങിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ചെറിയ ഗ്യാപ്പിൻ്റെ ഇടയിലാണ് വീണ്ടും ആക്ടിങ്ങിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ദിൽവാലെ എന്ന് പറഞ്ഞിട്ടൊരു മൂവിയൊക്കെ ചെയ്തത് അതിന് ശേഷമാണ്. അപ്പോൾ അതിലും നമുക്ക് കാണാൻ പറ്റും ഒരു ഭയങ്കര സ്റ്റണ്ണിങ് പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് ഓൾസോ ഭയങ്കര നമുക്ക് കാണുമ്പോൾ വിഷ്വലി നമുക്ക് ഭയങ്കര സ്റ്റണ്ണിങ് ആയിട്ട് ഫീൽ ചെയ്യും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവർ ഈ പറഞ്ഞ ചെറിയ ബ്രേക്കുകളാണ് ലൈഫിൽ എടുത്ത് പോയിട്ടുള്ളത്. അവർ ഒരേ സമയം അവർ ആക്ച്വലി ആക്ടിങ് കംപ്ലീറ്റ് ആയിട്ട് ക്വിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അവർ ഏറ്റവും ആദ്യം തന്നെ അവരുടെ ഡിസിഷൻ എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ ആക്ച്വലി മാറി നിൽക്കുക, അല്ലെങ്കിൽ എടുക്കുന്ന ഫിലിംസിൻ്റെ എണ്ണം കുറയ്ക്കുക എന്ന് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും നമുക്ക് ആക്ച്വലി എപ്പോഴും അവരെ കണ്ടുകൊണ്ടിരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതും എല്ലാ കാലത്തും അവരവിടെ ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നതും വലിയ മാറ്റങ്ങളൊന്നും അവർക്ക് ഉള്ളതായിട്ട് നമുക്ക് തോന്നാത്തതും. പക്ഷേ ഈ അടുത്തിടയ്ക്ക് ഞാൻ കണ്ടിരുന്ന അവർ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള നൈസ ദേവഗൻ്റെ കൂടെയുള്ളൊരു പിക്ക്, അമ്മയും മോളുമാണ് നമുക്ക് പറയാനേ പറ്റില്ല, അങ്ങനെയാണ് അത് ഫീൽ ചെയ്യുക. ആൻഡ് അവർ ഭയങ്കര യങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെയാണ് അതിനകത്ത് കണ്ടിട്ടുള്ളത്. അവരുടെ പ്രൈവറ്റ് ലൈഫിൽ നിന്നുള്ളൊരു പിക്ചറാണത് പോസ്റ്റ് ചെയ്തേക്കുന്നത്. ബട്ട് അതിൽ സ്കിന്നിൻ്റെ കാര്യമൊക്കെ ആണെങ്കിലും സ്കിന്നിൻ്റെ ആ ഒരു ഗ്ലോ നമുക്ക് കാണാൻ പറ്റും, സ്കിന്നിലധികം റിങ്കിൾസ് ഇല്ലാത്തത് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് എനിക്കത് എപ്പോഴും തോന്നാറുണ്ട്. ഈവൻ അത് കാജോളിൻ്റെ കാര്യത്തിൽ മാത്രമാണ് എനിക്കങ്ങനെ കൂടുതലായിട്ട് ഫീൽ ചെയ്യാറുള്ളത്. അവരതിൽ ആക്ച്വലി ഒരു ഭയങ്കര ഒരു എഫേർട്ട് എടുക്കുന്നതായിട്ടല്ല തോന്നിയിട്ടുള്ളത്. ആൻഡ് അവരുടെ കോൺഫിഡൻസ് ലെവൽ അങ്ങനെയായിട്ടും ആ കോൺഫിഡൻസ് ലെവലിൽ നിന്നുള്ള ക്ലാരിറ്റി അവരുടെ ഫേസിലുള്ള പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ സ്കിന്നിനാണെങ്കിലും ബോഡിക്കാണെങ്കിലും സ്റ്റൈലിനാണെങ്കിലും ആക്ച്വലി ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് നമ്മൾ ആക്ച്വലി ഏജ് ആവുന്നതനുസരിച്ചിട്ട് ആ സ്റ്റൈലിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ബോഡിയുടെ കാര്യത്തിലോ ഒന്നും കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് അതിനെ ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് അതുപോലെ റിസൾട്ട് നമുക്ക് തരുകയും ചെയ്യും. നമ്മളുടെ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ പ്രായമാവുന്നതനുസരിച്ച് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് സ്റ്റണ്ണിങ് ആയി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയും ഇടുന്നത് വീഡിയോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ, ലവ് യു.